ക്ലാസ് 10ൽ എത്തുമ്പോൾ എല്ലാ പേരും പറയാൻ തുടങ്ങും, 10th ടഫായിരിക്കും, ഇങ്ങനൊന്നും പഠിച്ചാൽ പറ്റില്ല, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങളുടെ ടീച്ചേഴ്സ് അല്ല പ്രിപ്പയർ ചെയ്യുന്നത്, ആൻസർ ഷീറ്റ്സ് പോലും നിങ്ങളുടെ ടീച്ചേഴ്സ് അല്ല കറക്റ്റ് ചെയ്യുന്നത്, സിലബസും ഒത്തിരി ടഫായിരിക്കും എന്നൊക്കെ. ഇതൊക്കെ കേട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ബിക്കോസ് 10th നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ക്ലാസ് ആയിരിക്കും ആൻഡ് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല പെർസെൻറ്റേജ് സ്കോർ ചെയ്യാനും സാധിക്കും. ക്ലാസ് 10ൽ ചില കുട്ടികൾക്ക് പറ്റുന്ന ചില മിസ്റ്റേക്സുകളുണ്ട്. ഈ മിസ്റ്റേക്സുകൾ മനസ്സിലാക്കി അത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 95% മുകളിൽ സ്കോർ ചെയ്യാനായി സാധിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. മിസ്റ്റേക്ക് നമ്പർ 1, ദ വേ ഓഫ് തിങ്കിങ്. ക്ലാസ് 9ൽ എല്ലാ പേർക്കും നല്ല പെർസെൻറ്റേജ് ആയിരിക്കില്ല കിട്ടിയിട്ടുണ്ടാവുക. 50, 60, 80, 90 ഇങ്ങനെ പല റേഞ്ചിലായിരിക്കും മാർക്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ ക്ലാസ് 9ൽ എനിക്ക് ഇത്ര മാർക്സ് മാത്രമേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് 10ലും എനിക്ക് ഇത്രയൊക്കെ തന്നെ ആയിരിക്കും കിട്ടുക. ഈ ഒരു മൈൻഡ് സെറ്റ് ഇസ് വെരി ബാഡ്. റിയാലിറ്റി ഈസ് 50% 9ൽ കിട്ടിയ ഒരു കുട്ടിക്ക് ഈസി ആയിട്ട് 10ൽ 95% മുകളിൽ സ്കോർ ചെയ്യാനായി സാധിക്കും. ബിക്കോസ് 10th ഇസ് വെരി ഈസി, നോ നീഡ് ടു വറി. മനസ്സിൽ ഇന്ന് തന്നെ ഉറപ്പിച്ചോളണം ദാറ്റ് 10th നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ് ആയിരിക്കും ആൻഡ് ദ 10th ബോർഡ് എക്സാംസ് വിൽ ബി ദ ബെസ്റ്റ് എക്സാം ഇൻ യുവർ ലൈഫ്. സോ യു ക്യാൻ ഡു ഇറ്റ്. സെക്കൻഡ് മിസ്റ്റേക്ക് ഇസ് നോ സ്മാർട്ട് സ്റ്റഡി. എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ളതിൽ ഒരിക്കലും ഫോക്കസ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, ഒരു 8 hours പഠിക്കുന്ന ഒരു കുട്ടിയെക്കാളും ചിലപ്പോൾ 4 hours പഠിക്കുന്ന കുട്ടിക്കായിരിക്കും കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. സോ ഹൗ മെനി hours you are studying doesn't matter. What matters is that you have to study daily. ഇതിൽ വരുന്ന വേറൊരു പോയിന്റ് ആണ് സബ്ജക്ട് സ്ട്രാറ്റജി. ഓരോ സബ്ജക്ട്സിനും ഡിഫറെൻറ്റ് സ്ട്രാറ്റജി ആയിരിക്കും. ഇപ്പം 9th നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കാണും നിങ്ങളുടെ ഏത് സബ്ജക്റ്റ് ആണ് വീക്ക്, ഏത് സബ്ജക്റ്റ് ആണ് സ്ട്രോങ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ചില കുട്ടികൾക്ക് സയൻസ് ഈസി ആയിരിക്കും ബട്ട് മാത്സ് ടഫ് ആയിരിക്കും. സോ 10th വരുമ്പം സയൻസിനേക്കാളും കൂടുതൽ ടൈം ഡിവോട്ട് ചെയ്യേണ്ടത് മാത്സിനായിരിക്കും. മിസ്റ്റേക്ക് നമ്പർ 3, ലാക്ക് ഓഫ് സെൽഫ് സ്റ്റഡി. സ്കൂൾസ്, ട്യൂഷൻസ്, വീഡിയോ ക്ലാസ്സസ്, ലെക്ചർ ക്ലാസ്സസ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് 10th ഉണ്ടാകും. ബട്ട് ഒരു 2 hours എങ്കിലും സെൽഫ് സ്റ്റഡിക്കായി വേണ്ടി മാറ്റി വച്ചേ പറ്റുള്ളൂ. ബിക്കോസ് എത്ര എക്സ്ട്രാ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്താലും അല്ലെങ്കിൽ എത്ര ലെക്ചേഴ്സ് അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്കത് സെൽഫ് സ്റ്റഡിക്ക് പകരം ഒരിക്കലും ആകില്ല. സോ സെൽഫ് സ്റ്റഡി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 10th എന്തായാലും സെൽഫ് സ്റ്റഡിക്ക് എല്ലാ ദിവസവും ഒരു 2 hours മാറ്റി വച്ചേ പറ്റുള്ളൂ. ഫോർത്ത് മിസ്റ്റേക്ക്, നോട്ട് ഫോളോയിങ് NCERT. 10th എത്തുമ്പോഴത്തേക്കും ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മിക്ക കുട്ടികളും NCERT റെഫർ ചെയ്യാറേ ഇല്ല. ഒരു പ്രാവശ്യം പോലും NCERT വായിക്കാറില്ല. ദാറ്റ്സ് എ വെരി ബിഗ് മിസ്റ്റേക്ക്. NCERTയുടെ ഓരോ ലൈൻസും നിങ്ങൾ വായിച്ചേ പറ്റൂ. ബിക്കോസ് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒരു ഡയറക്റ്റ് ലൈനിൽ ഉള്ള കൺസെപ്റ്റിൽ നിന്നുമായിരിക്കും ചോദിക്കുന്നത്. സോ എത്ര റെഫറൻസ് മെറ്റീരിയൽ ഉണ്ടെങ്കിലും യുവർ ഫസ്റ്റ് പ്രിഫറൻസ് ഷുഡ് ബി NCERT. ഫിഫ്ത്ത് മിസ്റ്റേക്ക്, നോട്ട് മെയിൻറ്റെയിനിങ് കൺസിസ്റ്റൻസി. അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ആകുമ്പോൾ തന്നെ യു ഹാവ് ടു സ്റ്റാർട്ട് സ്റ്റഡി. എല്ലാ ദിവസവും എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും യു ഷുഡ് സ്പെൻഡ് സം ടൈം ഫോർ യുവർ സ്റ്റഡീസ്. ബിക്കോസ് കൺസിസ്റ്റൻസി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നിങ്ങളുടെ റിസൾട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ഒരു ടോപ്പർ 1 to 2 hours മാത്രമായിരിക്കും പഠിക്കുന്നത്, ബട്ട് ഫുൾ അക്കാഡമിക് ഇയറിൽ പഠിക്കുന്നുണ്ടായിരിക്കും. സോ ലൈഫിൽ എൻജോയ് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ പഠിക്കാനും ട്രൈ ചെയ്യണം. സിക്സ്ത് മിസ്റ്റേക്ക് ഇസ് നോ റൈറ്റിംഗ് പ്രാക്ടീസ്. കൂടുതലും നോട്ട്സ് വായിച്ചായിരിക്കും പോകുന്നത്, ബട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. യു ഹാവ് ടു റൈറ്റ് ആൻഡ് പ്രാക്ടീസ്. ഇപ്പം മാത്സ് ആയാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ സയൻസ്, സോഷ്യൽ, ഇംഗ്ലീഷ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഓരോ ക്വസ്റ്റ്യൻസും എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാം. ബിക്കോസ് ബോർഡ് എക്സാംസിൽ ആൻസേഴ്സ് എഴുതുന്നതിനും പ്രത്യേക മാർക്സ് ഉണ്ട്. ബിക്കോസ് ആൻസർ എഴുതുന്നതും ഒരു ആർട്ടാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ആയിട്ട് റൈറ്റിംഗ് പ്രാക്ടീസും കൂടി കൊടുക്കുക. ഇങ്ങനെ എഴുതി പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റിനും അതൊരു ഹെൽപ്ഫുൾ ഫാക്ടറായി മാറും. സോ റിമെമ്പർ, 10th നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉള്ളൊരു ക്ലാസ് ആയിരിക്കും. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് ഞാൻ ഒരിക്കലും ഇൻസിസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് ഇറ്റ്സ് യുവർ ലൈഫ്, യു ഹാവ് ടു എൻജോയ് ഇറ്റ് ഓൾസോ. ലൈഫ് എൻജോയ് കൂടി ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനും കൂടി ട്രൈ ചെയ്യണം. ബിക്കോസ് 10th ഇസ് എ ക്ലാസ് വെർ യു ക്യാൻ ഷോ ഹൂ യു ആർ എന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നല്ല മാർക്സ് കിട്ടി നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മോട്ടിവേഷൻ അൺലോക്ഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.